അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ കുട്ടികളും വിദ്യാർത്ഥികളൊക്കെ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. മദ്രസയിൽ പൊതുപരീക്ഷ, സ്കൂളിൽ പരീക്ഷ അടുത്തിരിക്കുകയാണ്. SSLC പരീക്ഷയ്ക്ക് മാർച്ചിൽ തുടങ്ങുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വിജയിക്കാൻ മഹാന്മാർ പഠിപ്പിച്ചു തന്ന ചില ദിക്റുകളുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, പരീക്ഷയ്ക്ക് ഒന്നും പഠിക്കാത്തവർ ദിക്റ് ചൊല്ലിയിട്ട് കാര്യമല്ല. പരീക്ഷയ്ക്ക് പഠിച്ചിട്ടും ഉത്തരം ആൻസർ കിട്ടുന്നില്ല. ചില നേരത്തെ അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലർ മണ്ടയിൽ നിൽക്കൂല, ഓർമ്മശക്തി ഉണ്ടാവില്ല. അപ്പോൾ പരീക്ഷകളിൽ അത് എളുപ്പമാകാനുള്ള ദിക്റുകളാണ്. എല്ലാവരും നല്ല ഉഷാറായി പഠിച്ചോളി. മൻ ജദ്ദ വജദ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പരിശ്രമിച്ചവർ വിജയിക്കുക തന്നെ ചെയ്യും. ഇനി നല്ലോണം പഠിച്ചിട്ടും ഓർമ്മ വരുന്നില്ല, അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ വരുമ്പം അവർക്ക് പരീക്ഷയിൽ അതൊക്കെ കിട്ടി എളുപ്പമാകാൻ പറ്റിയ ദിക്റുകൾ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത്. പരീക്ഷാ ദിവസങ്ങളിൽ 5 വക്ത് നിസ്കാരം നിസ്കരിക്കണം, അത് ഒഴിവാക്കരുത്. എല്ലാ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും അലം നശ്റഹ് ലക സ്വദറക എന്ന സൂറത്ത് 7 തവണ ഓതി നെഞ്ചിലൂതണം. ഒന്നതാണ്. രണ്ടാമത്, പരീക്ഷയുടെ തലേ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ്, തലേന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വസ്സാബിഖൂന സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ എന്നുള്ള ഈ ഒരു 2 ആയത്ത് 11 വട്ടം 11 തവണ ഓതുക. സാബിഖൂന സാബിഖൂൻ, മുൻകടക്ക വിജയിക്കുക എന്നുള്ള വാക്കുകളാണ്. ഉലൈക്കൽ മുഖറബൂൻ, അവരാണ് ബഹുമാനികൾ എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള സൂറത്തുൽ വാഖിയയിലുണ്ട് ഈ ഒരു ആയത്ത്. അപ്പോൾ വസ്സാബിഖൂന സാബിഖൂൻ അതൊരായത്താണ്. ഉലൈക്കൽ മുഖറബൂൻ അത് രണ്ടാമത്തെ ഒരായത്താണ്. ഈ 2 ആയത്തും 11 തവണ ഓതുക, ഉറങ്ങണേന് മുമ്പ് കേട്ടോ, പരീക്ഷന്റെ രാത്രിയിൽ. പിന്നെ മൂന്നാമത് ചെയ്യേണ്ടത്, പരീക്ഷ തുടങ്ങുന്നതിന്റെ മുമ്പ് ഒരു 11 സ്വലാത്ത്, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു 11 സ്വലാത്ത് ചെല്ലുക. 11 സ്വലാത്ത് പരീക്ഷ തുടങ്ങുന്നതിന്റെ മുമ്പ് 11 സ്വലാത്ത്. നാലാമത്തത്, പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കും മുമ്പ് ഈ ഒരു ആയത്ത് ഓതണം എന്നാണ് പഠിപ്പിക്കുന്നത്. സൂറത്തു ഇസ്രായിന്റെ 80-ാമത്തെ ആയത്ത്. വഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽ ലി മിൻ ലദുൻക സുൽത്താനൻ നസീറാ എന്നാണ്. നല്ല നിലക്ക് എന്നെ പ്രവേശിപ്പിക്കണേ, എന്നെ നല്ല നിലക്ക് എന്നെ പുറത്താക്കൽ, വാസ്തവമായിട്ട് സത്യസന്ധമായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വജ്അൽ ലി മിൻ ലദുൻക സുൽത്താനൻ നസീറാ, നിന്റെ ഭാഗത്ത് നിന്ന് എനിക്കൊരു സഹായം നൽകണേ, നല്ലൊരു സഹായം കിട്ടണേ എന്നൊക്കെയാണ് ഉള്ള അർത്ഥത്തിലാണ്. സൂറത്ത് ഇസ്രായിന്റെ 80-ാമത്തെ ആയത്ത്. വഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽ ലി മിൻ ലദുൻക സുൽത്താനൻ നസീറാ. പരീക്ഷ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ബെല്ലടിക്കുമ്പേ അതാണ് ചൊല്ലിയിട്ടാണ് പോയാൽ ആദ്യം. അപ്പോൾ എവിടെയെങ്കിലൊക്കെ ബുക്കിലൊക്കെ മദ്രസയിലൊക്കെ ആണെങ്കിൽ ഖുർആൻ ഉണ്ടാവുമല്ലോ. സൂറത്ത് ഇസ്രായിന്റെ 80-ാമത്തെ ആയത്താണ്. അഞ്ചാമത്, ചോദ്യ പേപ്പർ കൈ കിട്ടുമ്പം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വളരെ എളുപ്പമാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം ചോദ്യ പേപ്പർ കൈ കിട്ടുമ്പോൾ. എന്നിട്ട് വായിച്ചാൽ മതി. ചോദ്യ പേപ്പർ കൈ കിട്ടുമ്പോൾ ചെല്ലാണ്ട് കയ്യിലെടുത്ത് തരുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ചൊല്ലിയാൽ മതി. ഉറക്കാനും ചൊല്ലിയാൽ ആർക്കും ഡിസ്റ്റർബ് ഉണ്ടാക്കണ്ട. പരീക്ഷ സ്കൂളിലൊക്കെ ആകുമ്പോഴേ നമ്മൾ ശബ്ദമൊന്നും ഉണ്ടാക്കരുത്, നല്ല ചൊല്ലുക. പിന്നെ ആറാമത്തെ, ഉത്തരം മറന്നാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഉത്തരം മറന്നിട്ട് കിട്ടുന്നുണ്ടാവില്ല, പഠിച്ചൊക്കെ വെച്ചിട്ടുണ്ടാകും, കിട്ടുന്നുണ്ടാവില്ല.
അങ്ങനത്തെ സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അതിങ്ങനെ ആവർത്തിച്ച് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ അടുത്ത് കിട്ടും. ഏഴാമത്, പരീക്ഷ കഴിഞ്ഞ് ആൻസർ പേപ്പർ കൊടുക്കണ നേരത്ത് അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തത്തിമ്മുസ് സ്വാലിഹാത്ത് എന്ന് പറഞ്ഞിട്ട് ആണ് കൊടുക്കുക. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തത്തിമ്മുസ് സ്വാലിഹാത്ത് ഇങ്ങനെ കൊടുക്കുക. ഇതൊക്കെ പല ആളുകളും പരീക്ഷിച്ചറിഞ്ഞ വിജയം കൈവരിച്ച സംഗതികളാണ്, മഹാന്മാർ നൽകിയ ദിക്റുകളാണ്, മഹാന്മാർ പഠിപ്പിച്ച. ഇൻഷാ അല്ലാഹ് നല്ല വിശ്വാസത്തോടു കൂടെ പരീക്ഷ എഴുതുക, വിജയിക്കും ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ വിശ്വാസത്തോടു കൂടെ ചെയ്യുക. മൻ ജദ്ദ വജദ, ഇൻഷാ അല്ലാഹ് എല്ലാവരും വിജയിക്കും. എല്ലാവർക്കും നല്ല വിജയ ആശംസകൾ നേരുന്നു. അല്ലാഹു തആല പരീക്ഷ എഴുതുന്ന, പ്രത്യേകിച്ച് ഈ വോയിസ് കേൾക്കുന്ന, ഈ വീഡിയോ കാണുന്ന എല്ലാ കുട്ടികൾക്കും നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും നല്ല വിജയം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.